നമ്മളുടെ പാപശാപ രോഗങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ കടം വീട്ടുവാൻ പുരോഹിതന്മാരവരുടെ ജീവിതം നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുരോഹിതന്മാരോട് നമുക്ക് കടമുണ്ട്. ആ കടം വീട്ടാൻ വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച വാങ്ങിപ്പോയ അല്ലെങ്കിൽ മരിച്ചുപോയ എല്ലാ വിശ്വാസികളെയും ഓർക്കുന്ന ദിവസമാണ്. അതിനുശേഷം നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിൻസ്തുതിയും ഹല്ലേലൂയ എന്ന് നിർത്തരുതേ നമ്മൾ പുരോഹിതന്മാരോടൊത്ത് പാടിയിട്ടുണ്ട്. പക്ഷേ പാടിയിട്ട് സ്തുതിയും ഹല്ലേലൂയ നിന്നുപോയ സാഹചര്യങ്ങളുണ്ട്. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമെന്ന ഒരു തിരുവചനമുണ്ട്. നേരുകേടുകൊണ്ട് സ്തുതി നിന്നു പോകാൻ, ആരാധന നിന്നു പോകാൻ സാധ്യതയുണ്ട്. വഴിയും സത്യം ജീവനുമായ യേശുവിനെ ആരാധിച്ച് ചങ്കടിക്കുന്ന പോലെയും ശ്വാസം വലിക്കുന്ന പോലെയും നമ്മുടെ പ്രാണക്കുട്ടികൾ യേശുവിൽ രസിച്ച് ആരാധിക്കേണ്ടതാണ്. കുഴഞ്ഞ ഏറ്റിൽ നിന്ന് കയറുന്ന പ്രാണക്കുട്ടികൾ പാറയിൽ നിന്ന് സ്തുതി എന്ന പാട്ട് പാടുമെന്ന് ആത്മാസങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇതിനെല്ലാം കുടിശ്ശിക വന്നിട്ടുണ്ട്. പാപങ്ങൾക്ക് പരിഹാരവും കടങ്ങൾക്ക് പരിഹാരവും വരാൻ പുരോഹിതന്മാർ അഹോരാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സഭയിൽ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും പരദീസായിലായിരിക്കുന്നവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുടിശ്ശിക തീർത്ത് കടവും ആരാധനയും സമർപ്പിക്കാൻ നമ്മളിപ്പോൾ ശ്രമിക്കുകയാണ്. 29 സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവിന് മഹത്വം ശക്തി അങ്ങോട്ട് കൊടുത്തെങ്കിലേ സമാധാന ശക്തി ഇങ്ങോട്ട് കിട്ടുമെന്നാണ്. സമാധാന അനുഗ്രഹ ശക്തി കുറഞ്ഞു പോയെങ്കിൽ അത് സ്വർഗത്തിലെ ബാങ്കിലേക്ക് അടച്ച് കുറഞ്ഞുപോയി, കുടിശ്ശിക തീർത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ കുടിശ്ശിക തീർത്ത് ഹല്ലേലൂയ പാടാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ദൈവസ്തുതികൾ പാടും ഞാൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ജയഘോഷം എന്നെല്ലാവരും മറുപടി പറയണം. ദൈവസ്തുതികൾ പാടും ഞാൻ, ഹല്ലേലൂയ ജയഘോഷം. പാപം നീങ്ങാൻ പാടും ഞാൻ, മാപ്പ് ലഭിക്കാൻ പാടും ഞാൻ. ശിക്ഷകൾ നീങ്ങാൻ പാടും ഞാൻ, ശാപം നീങ്ങാൻ പാടും ഞാൻ. വെറുപ്പ് മാറാൻ പാടും ഞാൻ, കെടുതികൾ മാറാൻ പാടും ഞാൻ. കെട്ടുകളഴിയാൻ പാടും ഞാൻ, ബന്ധനമഴിയാൻ പാടും ഞാൻ. മുറിവുകൾ മാറാൻ പാടും ഞാൻ, ക്ഷീണം മാറാൻ പാടും ഞാൻ. വേദന മാറാൻ പാടും ഞാൻ, ജീവൻ നേടാൻ പാടും ഞാൻ. ശക്തി വരിക്കാൻ പാടും ഞാൻ, ജ്ഞാനം നേടാൻ പാടും ഞാൻ. സ്നേഹം നേടാൻ പാടും ഞാൻ, മുക്തി ലഭിക്കാൻ പാടും ഞാൻ. മോചനം നേടാൻ പാടും ഞാൻ, ദുഃഖം മാറാൻ പാടും ഞാൻ. തിന്മകൾ തീരാൻ പാടും ഞാൻ, ജോലി ലഭിക്കാൻ പാടും ഞാൻ. വഴികൾ തുറക്കാൻ പാടും ഞാൻ, കേസുകൾ തീരാൻ പാടും ഞാൻ. വിൽപ്പന നടക്കാൻ പാടും ഞാൻ, വസ്തു വാങ്ങാൻ പാടും ഞാൻ. പുകവലി മാറാൻ പാടും ഞാൻ, ലഹരി ശമിക്കാൻ പാടും ഞാൻ. മദ്യമകറ്റാൻ പാടും ഞാൻ, ദുരിതം മാറാൻ പാടും ഞാൻ. പഞ്ഞം മാറാൻ പാടും ഞാൻ, മൃഗനാശം മാറാൻ പാടും ഞാൻ. കൃഷിനാശം മാറാൻ പാടും ഞാൻ. ഐശ്വര്യം നേടാൻ പാടും ഞാൻ. വ്യാധികൾ മാറാൻ പാടും ഞാൻ. നാശം തീരാൻ പാടും ഞാൻ. പ്രകൃതിക്ഷോഭം മാറാൻ പാടും ഞാൻ. ശത്രുത മാറാൻ പാടും ഞാൻ. മരണദോഷം നീങ്ങാൻ പാടും ഞാൻ. അന്ധത മാറാൻ പാടും ഞാൻ.
വന്ധ്യത മാറാൻ പാടും ഞാൻ, തടസ്സം നീങ്ങാൻ പാടും ഞാൻ, ജോലി തടസ്സം മാറാൻ പാടും ഞാൻ, വിവാഹത്തടസ്സം മാറാൻ പാടും ഞാൻ, യാത്ര തടസ്സം മാറാൻ പാടും ഞാൻ, പഠന തടസ്സം മാറാൻ പാടും ഞാൻ, പീഡകൾ നീങ്ങാൻ പാടും ഞാൻ, ഭവനമൊരുങ്ങാൻ പാടും ഞാൻ, നിസ്സഹായത മാറാൻ പാടും ഞാൻ, വ്രണങ്ങൾ മാറാൻ പാടും ഞാൻ, പ്രവാസം നിലയ്ക്കാൻ പാടും ഞാൻ, പരിഹാസം മാറാൻ പാടും ഞാൻ, ക്ഷുദ്രശല്യം മാറാൻ പാടും ഞാൻ, കടബാധ്യത മാറാൻ പാടും ഞാൻ, ദാസ്യം മാറാൻ പാടും ഞാൻ, കലഹം മാറാൻ പാടും ഞാൻ, പേടി മാറാൻ പാടും ഞാൻ, രോഗം മാറാൻ പാടും ഞാൻ, കണ്ണുകൾ തെളിയാൻ പാടും ഞാൻ, കേൾവി ലഭിക്കാൻ പാടും ഞാൻ, രോഗം മാറാൻ പാടും ഞാൻ. ഏറ്റുപറഞ്ഞോ മറന്നുപോയതായ പാപശാപങ്ങളും മോചനം നൽകുന്നു. പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധയുടെ നാമത്തിലും തന്നെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 45 മുതലായ തിരുവചനങ്ങൾ. വിശുദ്ധ മത്തായി അധ്യായം 24 തിരുവചനങ്ങൾ 45 മുതൽ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭക്തൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽത്തോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ തൻ്റെ യജമാനൻ താമസിച്ച് വരുമെന്ന് പറഞ്ഞ് തൻ്റെ സഹവൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോട് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും അവിടെ നാട്ടിക്കാട് കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കന്യമനൊന്നേക്കുണ്ടായിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, സഭയിൽ സേവനം അനുഷ്ഠിച്ചിട്ട് ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ പുരോഹിതന്മാരെയും ഓർക്കുന്ന ഈ സുദിനത്തിൽ, പരേതരായ വൈദികരെ ഓർക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ ചില തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ പാപങ്ങളും കടങ്ങളും പരിഹരിപ്പാൻ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ മുതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാക്കന്മാരെ, പുരോഹിതന്മാരെ നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പാപങ്ങളുടെ പരിഹാരവും കടങ്ങളുടെ മോചനവും വിശുദ്ധ ആരാധനയിലൂടെ നമ്മൾ പ്രാപിച്ച് ഡ്യൂസിനിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ സ്വർഗത്തിൽ കയറാനൊക്കെ ഉള്ളൂ. കോളേജിലൊക്കെ പരീക്ഷ എഴുതണമെങ്കിൽ ഫീസ് അടച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഡ്യൂസിനിയിൽ സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അല്ലാത്തവർ പരീക്ഷ എഴുതി പാസ്സാകാൻ ഒക്കുകയില്ലെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ കർത്താവ് ജയിച്ച പരീക്ഷയിലൊക്കെ ജയിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും പരീക്ഷ തോറ്റുപോയാൽ വീണ്ടും അപേക്ഷിച്ച് അതിനെ ജയിച്ച് ഡ്യൂസിനിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ കല്യാണ മണ്ഡപത്തിൽ കയറാനൊക്കെ ഉള്ളൂ, മണവാട്ടിയായി അവിടെ എത്താനുള്ളതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള ഡ്യൂസാണ് നമുക്കുള്ളത്? നമുക്കുള്ള കടങ്ങൾ, നമ്മൾ കൊടുക്കാനും വാങ്ങാനും കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയുവാൻ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. എല്ലാവർക്കും ചേർന്ന് പറയാം. വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഇന്ന് സ്വയപരിശോധന ചെയ്യുകയാണ്. നമ്മളെ വചനം പഠിപ്പിച്ചവരാരൊക്കെയാണ്? നമ്മളെ ഗർഭത്തിലിട്ടുകൊണ്ട് മാതാപിതാക്കൾ വേദോസ്തം വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ, പുരോഹിതന്മാർ, സുവിശേഷകർ, ഇവരൊക്കെയും നമ്മുടെ ഗർഭകാലം മുതൽ നമ്മളെ വചനം പഠിപ്പിച്ചവരാണ്. അവർക്കെല്ലാ നന്മയുടെയും ഓഹരി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കടമായിട്ട് കിടക്കും. ഇന്ന് കുടിശ്ശിക തീർത്ത് നന്മ, ആത്മഫലങ്ങൾ വിളയിച്ച് അവരുടെ കുറവുകൾ പരിഹരിച്ച്
അവരുടെ കടങ്ങൾ പരിഹരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. കടം വീടിയില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ കടം വീടാനുള്ള കാലാവധി കഴിഞ്ഞിട്ട് കടം വീടുന്നില്ലെങ്കിൽ നോട്ടീസ് വരും, കടം അടയ്ക്കാനുണ്ട്, അടച്ചില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ വരും. അത് പരിഗണിച്ചില്ല എങ്കിൽ പിന്നെയും നോട്ടീസ് വരും. പിന്നെ പോലീസും പട്ടാളവും ഒക്കെ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോവുക. നമുക്കുള്ള വസ്തുക്കളെല്ലാം ജപ്തി ചെയ്ത് സീൽ വെച്ചിട്ടങ്ങ് പോകും. അപ്പോൾ നമ്മളുടെ ആത്മീയവും മാനസികവും ശാരീരികമായ സമ്പത്തുകൾ, ധനം, മാനം മുതലായവ നിലനിൽക്കണമെങ്കിൽ കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും. വചനം പഠിപ്പിച്ചവർക്കെല്ലാം നമ്മളെല്ലാ നന്മയിലും ഓഹരി കൊടുത്തിട്ടില്ല. സങ്കേതഭവനത്തിൽ വന്ന് വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് അനുഗ്രഹം കിട്ടിയവരുടെ സ്വോത്രകാഴ്ച കൊണ്ടാണ് 40 ലക്ഷം രൂപയുടെ ഈ ആരാധന സുലോചന നിൽക്കുന്നത്. അവർക്ക് തന്നെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരാൾ വന്ന് ഇത് കണ്ട് സന്തോഷിച്ചിട്ട് പോയി. പലരും ഇവിടെ വന്ന് രഹസ്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും ഇവിടെ വന്ന് ഇത് കണ്ട് ആനന്ദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയും സഭയും ധ്യാനമന്ദിരവും സുവിശേഷ പ്രവർത്തനങ്ങളും എല്ലാം കടം വാങ്ങാനും കടം കൊടുക്കാനും ഉള്ള വേദികളാണ്. ഈ രണ്ടും കൊടുക്കലും വാങ്ങലും നടന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ കടം കൊടുക്കാനുള്ളവരാകാൻ പാടില്ല. അന്നുള്ള കടം വീട്ടിക്കൊണ്ടിരിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മാറാനായ പെരുന്നാളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, കുർബാനയിൽ സംബന്ധിപ്പാൻ നമ്മൾക്ക് കടപ്പാടുണ്ട്. അങ്ങനെ ആ കടം കുടിശ്ശികയായിട്ട് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് ചെലവ് ചെയ്ത് പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ദിവസങ്ങളിൽ സ്പെഷ്യൽ കുർബാന നടത്തി ആ കടം തീർക്കേണ്ടതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ സ്വയപരിശോധന ചെയ്യണം. ഈ 50 നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഓരോ തരത്തിലുള്ളതായ കടങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുത്തു തീർക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടോ? അവരെ ബഹുമാനിച്ച് ആദരിച്ച് ദീർഘായുസ്സിൻ്റെ നന്മയുടെ അനുഗ്രഹങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും സഭയ്ക്കും കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം കുടിശ്ശിക ഇനത്തിൽ കിടക്കും. അവസാനം നോട്ടീസ് വരും, ജപ്തി ഓർഡർ വരും. അതിന് മുമ്പേ തന്നെ ഇതെല്ലാം തീർത്ത് അപ് ടു ഡേറ്റായി നമ്മൾ നിത്യം കൃപാലുമായി വായ്പ കൊടുക്കുന്നവരാകണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. തിരുവചനത്തിൽ നമ്മുടെ പ്രാണനെ മുഴുവൻ യേശുവിൻ്റെ ഉള്ളിൽ എത്തിച്ചാൽ, യേശുവിൻ്റെ ഉള്ളിൽ നമ്മളിൽ യേശുവും ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ ഭണ്ഡാരങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വർഗത്തിലെ ബാങ്കിൻ്റെ ബ്രാഞ്ചായിട്ട് മാറാൻ സാധിക്കും. മെയിൻ ബാങ്കിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പണം മാനേജർമാർ കൈമാറിയിട്ടാണ് നമ്മൾ കടം തരുന്നത്. നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്ന ബാങ്ക് ഓഫ് ഹെവൻ്റെ ബ്രാഞ്ചുകളായിട്ടുണ്ടോ നമ്മൾ? കർത്താവിന് മഹത്വവും ശക്തിയും കൊടുത്ത് രാവും പോലും വചനം ധ്യാനിച്ച് ആരാധന മുടക്കാതിരുന്നാൽ, ഇവിടെ നിത്യ ആരാധനയുണ്ട്, നിങ്ങൾ ഈ അവസരം പാഴാക്കരുത് എന്ന് നിന്നു പോകുമെന്ന് പറയാനൊക്കില്ല. എപ്പോഴാണ് നിത്യ ആരാധന നിന്നു പോകുന്നത്? പുരോഹിതന്മാർക്ക് വാർഷിക ധ്യാനം നടത്താൻ ഈ 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ മാറ്റിവെച്ചത് കോവിഡ് കാണത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് വന്ന് കിടപ്പുണ്ട്. പുരോഹിതന്മാർക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതിന് സമയം നിശ്ചയിച്ചു. പക്ഷേ കോവിഡ് കാരണം യാത്രയും കൂടിവരവും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കുർബാനയും മുടക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വരുമോ? കോവിഡ് കൂടിക്കൊണ്ടിരിക്കുന്നു, പുതിയ ഇനം കോവിഡ് വന്നുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമ്മളെ ഈ അന്ത്യകാലത്ത് സമീപിക്കാൻ സാധ്യതകളുണ്ട്. നാളത്തേക്ക് ഒന്നും മാറ്റി വെക്കരുത്. ഇന്ന് ചെയ്യാവുന്ന കാര്യം ഇന്ന് തന്നെ ചെയ്ത് നമ്മൾ കടബാധ്യതകൾ ഒഴിവാക്കി കടം കൊടുക്കുന്നവരായി, കടം വാങ്ങുന്നവരേക്കാൾ കടം കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ള വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ മാതാപിതാക്കളുടെ വിവാഹ സമയം തന്നെ വന്നവരെല്ലാവരും കൂടി നമ്മളെ അനുഗ്രഹിച്ചു വിട്ടതാണ്. അവരോടെല്ലാം നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ നമ്മുടെ ആരോടെല്ലാം കടപ്പാടുണ്ടെന്ന് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് അത് അറിയിക്കും. ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഫോൺ ചെയ്ത് എൻ്റെ പ്രാണൻ എത്ര ശതമാനം കർത്താവിലായി എന്നെ അറിയിക്കാൻ പറഞ്ഞു. 98% പറഞ്ഞു. പക്ഷേ ഇതുവരെയും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം. എനിക്കെന്തുമാത്രം കടമുണ്ട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പള്ളിയിൽ കേൾക്കാറുള്ളതാണ് കടങ്ങളുടെ പരിഹാരവും പാവങ്ങളുടെ മോചനവും. ഇതിൽ കുടിശ്ശിക അതിൽ 48% കടം തീരാനുള്ള കാര്യം അറിയിച്ചിട്ട് എന്നെ കുർബാനയ്ക്ക് കയറിയത്. നമുക്ക് ആർക്കും ഇങ്ങനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ നമുക്ക് കുർബാനകം നീട്ടി നമ്മുടെ കടങ്ങൾ പരിഹരിക്കാനും നമ്മുടെ പാവങ്ങൾ മോചിക്കുവാനും നമ്മുടെ പ്രശ്നം പരിഹരിക്കാനും സ്വർഗം തയ്യാറായിരിക്കുന്നു.
സ്വർഗത്തിലെ ഓഫീസ് സജ്ജമായിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സ്വയപരിശോധനാ സഹായം എന്ന് പറഞ്ഞൊരു പുസ്തകം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, പലരുടെയും കയ്യിലിരിപ്പുണ്ട്. അത് 100% പ്രാണനാക്കണമെന്ന് വല്ലവർക്കും നിർബന്ധമുണ്ടോ? ഈ പാതാളത്തിൽ പോയ പ്രാണനും കൂടെ യേശുവിൻ്റെ ഉള്ളിൽ എത്തിയെങ്കിൽ മാത്രമേ കല്യാണത്തിന് പോകാനൊക്കെ ഉള്ളൂ. അതിന് കർത്താവ് ജാഗ്രതയോടെ നമ്മളുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പലരും ഇവിടെ വന്ന് താമസിച്ച് സ്വയപരിശോധന സഹായം എടുത്ത് നോക്കി പരിശോധിച്ച് പ്രത്യാശയോടെ കടന്നു പോകുന്നവരെ ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ നിലവാരം എന്താണ്? ഇപ്പോൾ പുരോഹിതന്മാർ നമ്മുടെ മാതാപിതാക്കളുടെ വിവാഹ കൂദാശ നടത്തിയപ്പോൾ മുതൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സഭ നമുക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട്. മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അവർക്കെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങൾ വിളയിച്ച് നിത്യം കൃപാലുമായി വായ്പ കൊടുത്ത് കടം വീട്ടി ജന്മസഭയിലിടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.